നമസ്കാരം. 2026 മകൻ നക്ഷത്രം. മകൻ നക്ഷത്രക്കാർക്ക് ശനി 8-ലും വ്യാഴം 12-ലും വ്യാഴം അതിനുശേഷം 11-ലേക്കും 12-ലുമായിട്ട് മാറി മാറി ഗോചരം ചെയ്യുന്ന ഒരു കാലയളവാണ് 2026 എന്നത്. ജീവിതത്തിലും ബിസിനസ്സിലും ഒക്കെ ധാരാളം മാറ്റങ്ങൾ വന്നുവിടുന്ന ഒരു കാലഘട്ടമാണ് 2026. പൊതുവെ മകൻ നക്ഷത്രക്കാർക്ക് സന്തോഷത്തിന്റെ ഒരു കാലഘട്ടം തന്നെയായിരിക്കും. രോഗാധിക്യങ്ങളും മൂർച്ഛിക്കാനും വാതപിത്ത കഫ രോഗങ്ങളൊക്കെ മൂർച്ഛിക്കാനൊക്കെയുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. മധ്യപ്രായം കഴിഞ്ഞവരൊക്കെ യഥാസമയത്തെ ചികിത്സകളൊക്കെ നോക്കുന്നതും അതുപോലെ തന്നെ ആശുപത്രി വാസമൊക്കെ ഒഴിവാക്കാനായിട്ട് കൂടുതൽ സമയം ചികിത്സകളും അതുപോലെ തന്നെ മരുന്ന് കഴിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നത് നന്നായിരിക്കും. വർഷത്തിന്റെ പകുതിയിൽ ധാരാളം കാര്യങ്ങൾ സാമ്പത്തികമായിട്ട് ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ്. വാഹന യോഗം നിങ്ങൾക്ക് കാണുന്നുണ്ട്. പുതിയതായിട്ട് വീട് പണിത് മാറി താമസിക്കുകയോ അല്ലെങ്കിൽ ഭവനം പുതുക്കി പണിയുകയൊക്കെ ചെയ്യാൻ യോഗം കാണുന്നുണ്ട്. വിദേശ യാത്ര നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉടലെടുക്കുകയും സുഹൃത്ത് ബന്ധങ്ങൾ ശക്തമാക്കാനൊക്കെ കഴിയുന്നുണ്ട്. പ്രണയകർത്താക്കളായിട്ടുള്ള യുവജനങ്ങൾക്ക് വിവാഹത്തിൽ കലാശിക്കുന്നതാണ്. ദീർഘകാലത്തേക്കുള്ള പല പദ്ധതികളും അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് അതുപോലെ തന്നെയുള്ള ബിസിനസ് അങ്ങനെയുള്ള ദീർഘകാല പദ്ധതികളൊക്കെ ആവിഷ്കരിക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങളൊക്കെ ഈ ഒരു 2026 വർഷ അവസാനത്തോടു കൂടി വന്നു ചേരുന്നതാണ്. ലോങ് ടൈം ഗോൾസ്, അതായത് വർഷം 4 വർഷം 5 വർഷമൊക്കെ കഴിഞ്ഞിട്ടുള്ള ടൈമിലേക്ക് നിങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്ത് പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കുന്നതാണ്. വിജയത്തിലേക്കുള്ള പരിശ്രമം എന്നതുപോലെ തന്നെ പല പ്രവർത്തികളും നിങ്ങൾക്ക് ചെയ്തു തീർക്കാനായിട്ട് കഴിയുന്നതാണ്. പല ബന്ധങ്ങളും നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ബന്ധങ്ങളായിരിക്കും വന്നു ചേരുന്നത്. വ്യക്തി ജീവിതത്തിലും ബിസിനസ്സിലും ഒക്കെ നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് പുത്തൻ ഉണർവ് വന്നു ചേരുന്ന വർഷമാണ്. വിലയേറിയ പല ബന്ധങ്ങളും നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപകരിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ നേട്ടങ്ങൾക്കും വഴിയൊരുക്കുന്നതായിരിക്കും. കൂടുതൽ നേട്ടങ്ങൾക്കായിട്ട് ഹനുമാനെ നിങ്ങൾ സേവിക്കുന്നത്, അതുപോലെ ഹനുമാൻ വ്രതം എടുക്കുക, ഹനുമാൻ ചാലീസ് വായിക്കുക, ഹനുമാൻ ചാലീസ് പാരായണമൊക്കെ നിരന്തരം ചെയ്യുന്നവർക്ക്, ദേവി മഹാത്മ്യ പാരായണമൊക്കെ ചെയ്യുന്നവർക്ക്, 11-ാം അധ്യായം നിരന്തരമായിട്ട് പാരായണം ചെയ്യുന്നവർക്ക് കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലൊക്കെ ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നതിന് ഏറ്റവും ഉത്തമമായിരിക്കും. പൂരം നക്ഷത്രം 2026 വ്യാഴം 11-ലാണ്. പിന്നീട് 2026 ജൂൺ 2 മുതൽ 12-ലേക്ക് ഗോചരം ചെയ്യുന്ന വർഷമാണ് പൂരം നക്ഷത്രക്കാർക്ക്. നിങ്ങളുടെ ഉള്ളിലുള്ള പൂരം നക്ഷത്രക്കാരായ ആളുകളുടെ ഉള്ളിലുള്ള സ്പിരിച്വൽ ഗ്രോത്ത്, ആത്മീയമായൊരു വളർച്ച, അത് വളരെയേറെ ഉയരത്തിലേക്ക് വരുന്നൊരു വർഷമാണ്. തീർത്ഥയാത്രകൾ പുണ്യപ്രവർത്തികളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനും സൽചിന്തകളും അതുപോലെ തന്നെ കൂട്ടുകെട്ടുകളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉപകരിക്കാനൊക്കെ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ 2026 എന്ന് പറയുന്നത്. ഒരു കാർമ്മികമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് നടക്കുന്ന ഒരു വർഷമാണ്. എത്രയ്ക്കാലും നിങ്ങളുടെ ഉള്ളിലൂടെ അടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പുറത്തേക്കെടുത്ത് നിങ്ങൾക്ക് നല്ല തലത്തിലേക്ക് അത് ഉയരത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ കഴിയുന്ന ഈ ഒരു വർഷമാണ് ഈ 2026 എന്ന് പറയുന്ന പൂരം നക്ഷത്രക്കാർക്ക്. ആകെ ഒരു അനുഗ്രഹം, എല്ലാ രംഗത്തും ആശ്വാസമായിട്ട് ഒരു തണുത്ത കാറ്റായിട്ട് നിങ്ങൾക്ക് വീശുന്നതാണ്. ബിസിനസ്സിലും കർമ്മരംഗത്തും ഒക്കെ സാമ്പത്തിക അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. സ്വന്തമായിട്ട് തൊഴിൽശാലകളൊക്കെ നടത്തുന്ന ആളുകൾക്ക് അതിൽ നിന്ന് തന്നെ പല നേട്ടങ്ങളും ഒക്കെ വർഷാവസാനത്തോടുകൂടി വന്നു ചേരുന്നതാണ്. സാമ്പത്തികമായിട്ടുള്ള ദ്രവ്യനാശമോ അതുപോലെ തന്നെ യാത്രാക്ലേശങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് യാത്രകളൊക്കെ ഇനി നിങ്ങൾക്ക് അനുകൂലപ്രദമാകുന്നതാണ്. ബന്ധുമിത്രാദികളുടെ സഹായത്തോടുകൂടി പല പ്രവൃത്തികളും പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ്. സാമൂഹിക രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഉന്നതി ഉണ്ടാകുന്നതാണ്. ആധികാരികമായിട്ടുള്ള പല മാറ്റങ്ങളും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഭവന നിർമ്മാണം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ്. പഴയ വീട് പുതുക്കി പണിയാനോ അതുപോലെ തന്നെ ബാങ്കുകളെ ലോണുകൾക്കൊക്കെ വേണ്ടിയിട്ട് ധനകാര്യ സ്ഥാപനങ്ങളെയൊക്കെ ആശ്രയിച്ചവർക്ക് അതിൽ നിന്നൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാം. ദോഷഫലങ്ങൾ കുറയുന്നതിനായിട്ട് വ്യാഴാഴ്ച ദിവസം തൃക്കൈവെണ്ണ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ഉത്രം നക്ഷത്രക്കാർക്ക് കന്നിരാശിയിലും ചിങ്ങൻ രാശിയിലും ഉൾപ്പെടുന്ന ഉത്ര നക്ഷത്രക്കാരാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള ഉത്ര നക്ഷത്രക്കാർക്ക് പഠനത്തിലൊക്കെ ഉയർച്ചയും വരുമാനത്തിലെ സാമാന്യമായ വർധനവുമൊക്കെ വന്നു ചേരുന്നതാണ്. സാമ്പത്തിക രംഗം പൊതുവെ ഒരു പുതിയ തലത്തിലേക്ക് മാറുന്നതാണ്. പൊതുവെ മൊത്തത്തിൽ ഉഷാറാകുന്നൊരു കാലഘട്ടമാണ്. കർമ്മത്തിലെ വളർച്ചയുണ്ടാകുന്ന പല പ്രവൃത്തികളും ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് ആദായം പ്രതീക്ഷിക്കാം. നൂതന സംരംഭമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു കാലോചിതമായ അനുകൂലമായ സമയം വന്നു ചേരുന്നുണ്ട്. സുഹൃത്തുക്കളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കും. ഈ വർഷം ചുറ്റുപാടുകൾക്ക് അനുയോജ്യമാകുന്ന പല പ്രവൃത്തികളും അനുകൂലമായി നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്.
പല മാറ്റങ്ങളും കർമ്മരംഗത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അവസരങ്ങളൊക്കെ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു നേട്ടം സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഒക്കെ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന വർഷമാണ് 2026 ഉത്തര നക്ഷത്രക്കാർക്ക്. ഒരു നല്ല ദൈവജ്ഞൻ്റെയോ അല്ലെങ്കിൽ ഒരു ജ്യോതിസ്യൻ്റെയൊക്കെ സഹായത്തോടു കൂടി നിങ്ങളുടെ ജാതകം പരിശോധിച്ച് ദശാകാലവും ദശാന്തരകാലവും ഒക്കെ പരിശോധിച്ച് അതിലെ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്ക് വരുത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ 2026 വർഷം യോഗ്യമാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഫേവറബിളായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത് മൂലം നിങ്ങൾക്കതിൽ നിന്ന് നേട്ടങ്ങളും ഈ വർഷാവസാനത്തോടു കൂടി സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമാണ് 2026 ഉത്തര നക്ഷത്രക്കാർക്ക്.